CMRL തിരിച്ചടി. അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ED അന്വേഷണം തുടരുമെന്ന വാർത്ത വരുന്നു. കൊച്ചിയിൽ ഹൈക്കോടതി എന്നാണ് ഈ വിവരം. വിഷ്ണു സുരേഷ് അല്പസമയത്തിന് നമുക്കൊപ്പം ചേരും. CMRL EDക്ക് അധികാരമില്ല, അധികാരപരിധിക്ക് പുറത്താണ് EDയുടെ അന്വേഷണം എന്ന് പറഞ്ഞ് നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ED അന്വേഷണം തുടരാൻ തീരുമാനം. ED യഥാവിധം ശക്തി പ്രാപിച്ച് ED തുടരും. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ കൂടി കൊച്ചിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ത്വരിതഗതിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പീൽ തള്ളിയ സാഹചര്യത്തിന്റെ നിയമപരമായ വശങ്ങൾ കൂടുതൽ പറയാൻ നമുക്ക് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. പറയൂ വിഷ്ണു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. CMRL നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു. EDയുടെ അന്വേഷണത്തിന് ഒരു പ്രശ്നവുമില്ല. EDക്ക് ഇനി സുഗമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഈ പ്രീഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CMRL മുന്നോട്ട് വെച്ചതെങ്കിൽ ആ വാദങ്ങളൊന്നും ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുന്നില്ല. ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നു, അത്തരത്തിൽ പ്രീഡിക്കേറ്റ് ഒഫൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന SFIO കംപ്ലൈന്റ് കൊണ്ട് മാത്രം അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഉണ്ടാകുക. വളരെ വിശദമായി തന്നെ ഒരു പ്രാഥമികമായി തന്നെ ഓർഡർ വായിച്ച ശേഷമാണ് ഈ അപ്പീൽ തള്ളുന്ന കാര്യം കോടതി അറിയിച്ചത്. CMRLനും വീണയ്ക്കുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ED അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകും. ഇനി അടുത്ത നടപടി ഈ കേസിൽ വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുക എന്ന നടപടിയിലേക്ക് ഇനി EDക്ക് സുഗമമായി പോകാം. അല്പസമയത്തിനകം തന്നെ EDയുടെ ഉന്നതതല യോഗം ഇവിടെ ചേരുകയാണ്. ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അതിന് ഈ ഉത്തരവടക്കം അതിൽ ചർച്ചയാകും. അതായത് ഈ അപ്പീൽ ഉത്തരവടക്കം അതിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CMRL മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ, ഒന്ന്, ഇത് EDയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയമാണ്. മറ്റൊന്ന്, ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ്, അതായത് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് EDക്ക് സാധാരണഗതിയിൽ ACR എടുക്കാനുള്ള അധികാരമുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല. ഈ പ്രശ്നം നേരത്തെ പരിഹരിക്കപ്പെട്ടതാണ്. അതായത് ഈ പറയുന്ന പിഴയടച്ചടക്കം ഈ പ്രശ്നം പരിഹരിച്ചതാണ്. വീണ്ടും ഒരു അന്വേഷണവുമായി വരുന്നത് SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ EDക്ക് അത്തരത്തിൽ SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേവലം ഒരു ECI രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷേ കോടതി ആ വാദങ്ങളൊക്കെ നിരാകരിക്കുകയാണ്. അന്വേഷണവുമായി EDക്ക് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് ഒരു പ്രശ്നവുമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തള്ളാൻ മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ തൈക്കണ്ടിക്കും CMRLനും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഒരു സംശയവുമില്ല കാര്യത്തിൽ. ഇനി EDയുടെ നീക്കങ്ങളാണ് ഏറെ ശ്രദ്ധേയമായി പോകാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ED ആസ്ഥാനത്തേക്ക് രാഹുൽ നവീൻ ED ഡയറക്ടർ എത്തും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ആദ്യം ചേരും. അതിനുശേഷം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട്, അതായത് ED ഉദ്യോഗസ്ഥർക്ക് റെയ്ഡുമായി ബന്ധപ്പെട്ട് ആക്രമണം നേരിട്ടുന്നു. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യം അതിൽ അഭിഭാഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. അങ്ങനെ CMRL കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അതിൽ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം, അതിലൊരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ വാഹനങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ED അദ്ദേഹം താജ് ഉവാന്തയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തേണ്ട താമസമുണ്ട്. ഈ ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേരാൻ പോകുന്നത്. നേരത്തെ 10 മണിയോടുകൂടി ഉന്നതതല യോഗം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് 10:30 മാറ്റുകയായിരുന്നു. ഈ ഉത്തരവ് കൂടി വന്ന ശേഷം അതിന്റെ കൂടി മെറിറ്റ് പരിശോധിച്ച് യോഗം ചേരാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. CMRL നൽകിയിട്ടുള്ള അപ്പീൽ ഹർജി അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.